Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കേരള PSC KFC അസിസ്റ്റന്റ് എക്സാം 13th സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കേരള PSC KFC അസിസ്റ്റന്റ് എക്സാം നടക്കാൻ പോകുന്നത് 13th സോ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി 90 ചോദ്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോയിൽ നെക്സ്റ്റ് ഒരു 5 ക്വസ്റ്റ്യൻസ് ഓഡിറ്റിംഗ് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കേരള PSC കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളത് കൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാനുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 91. An auditor is a watchdog and not a bloodhound. This decision was observed in the case of ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള അല്ലേ ഓഡിറ്റർ വാച്ച് ഡോഗ് ആണ്, നോട്ട് എ ബ്ലഡ് ഹൗണ്ട് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത് ഒബ്സർവ് ചെയ്തിട്ടുള്ളത് കിങ്സ്റ്റൺ കോട്ടൺ മിൽസ് കമ്പനി ലിമിറ്റഡ്. അതിൽ പിന്നെ വേറെ ഒന്നും പറയാനില്ല, 4 ഓപ്ഷൻസിൽ കിങ്സ്റ്റൺ ആണ് വരുന്നത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 92. Expenses paid for the installation of a machinery is debited to the sundry expenses account. This is an example for നമ്മൾ +1 മുതൽ പഠിക്കുന്നൊരു കൺസെപ്റ്റാണിത്. അപ്പോൾ എക്സ്പെൻസസ് മെഷീനറിയുടെ ഇൻസ്റ്റാളേഷന് വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റവന്യൂ എക്സ്പെൻസ് അല്ല, അതിനെ ക്യാപിറ്റലൈസ് ചെയ്യണം. മെഷീനറിയുടെ കോസ്റ്റിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യണം, ക്യാപിറ്റലൈസ് ചെയ്യണം. അപ്പോൾ ഇവിടെ അവരത് സൺഡ്രി എക്സ്പെൻസസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്, റവന്യൂ എക്സ്പെൻസസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് എററാണ്. എന്ത് എററാണ്? പ്രിൻസിപ്പിൾ എററാണ്. എറർ ഓഫ് പ്രിൻസിപ്പിൾ ആണ് അത് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 93. കറന്റ് ഫയൽ ആൻഡ് പെർമനന്റ് ഫയൽ ആർ ദ പാർട്ട് ഓഫ്. കറന്റ് ഫയലും പെർമനന്റ് ഫയലും എന്തിൻ്റെ പാർട്ടാണ്? കറന്റ് ഫയലിലെ കറണ്ട് ഇയേഴ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ട്രയൽ ബാലൻസ് ഡീറ്റെയിൽസ് അല്ലേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. പെർമനൻറ്റ് ഫയലിൽ നമുക്കറിയാം ലീഗൽ ഡോക്യുമെൻറ്റ്സ്, ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള മുതലുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ അതിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇത് രണ്ടും വരുന്നത് ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സിലാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. ഓക്കെ, മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 94. Which one of the following is not a method for obtaining audit evidence? ഓഡിറ്റ് എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യാത്ത മെത്തേഡ്സ്. ഇപ്പോൾ കമ്പ്യൂട്ടേഷൻ ആദ്യം പറയുന്നുണ്ട്. ഓഡിറ്റ് എവിഡൻസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഒബ്സർവേഷൻ യൂസ് ചെയ്യുന്നുണ്ട്, എൻക്വയറി ആൻഡ് കൺഫർമേഷൻ യൂസ് ചെയ്യുന്നതാണ്, ഇൻസ്പെക്ഷൻ ഉണ്ട്, മറ്റൊരു മെത്തേഡാണ്. അങ്ങനെ 3-5 മെത്തേഡ്സ് ഉണ്ട്. ഇതിൽ വരാത്തത് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ആണ്. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഓഡിറ്റ് എവിഡൻസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാത്ത മെത്തേഡാണ്, യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ് കേട്ടോ. സോ ക്വസ്റ്റ്യൻ നമ്പർ 95. ലെറ്റർ ഓഫ് വീക്ക്നെസ് ഈസ് അസോസിയേറ്റഡ് വിത്ത്. ലെറ്റർ ഓഫ് വീക്ക്നെസ് എന്ന് പറയുമ്പോൾ മാനേജ്മെൻറ്റിൻ്റെ ഇൻറ്റേർണൽ വീക്ക്നെസ് ആണ്. ഓക്കെ, അത് എന്തിനെ റിലേറ്റ് ചെയ്തിരിക്കും? ഓഡിറ്റർ പലപ്പോഴും മാനേജ്മെൻറ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് ഇതിനെ പറ്റിയിട്ട്, ലെറ്റർ ഓഫ് വീക്ക്നെസ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഓഫ് വീക്ക്നെസ്. സോ അത് നമ്പർ 1 ഇൻറ്റേർണൽ ചെക്ക് ആണോ, ഇൻറ്റേർണൽ ഓഡിറ്റ് ആണോ, ഇൻറ്റേർണൽ കൺട്രോൾ ആണോ, എക്സ്റ്റേണൽ ഓഡിറ്റ് ആണോ? വിത്തിൻ ദി ഓർഗനൈസേഷൻ ഞാൻ പറഞ്ഞു അത് ഇൻറ്റേർണൽ കൺട്രോൾ ആണ്. ഓഡിറ്റർ മാനേജ്മെൻ്റ് അടുത്ത് അല്ലേ ഈ പറയുന്ന വീക്ക്നെസ് ഡീറ്റെയിൽസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അത് ഇൻറ്റേർണൽ കൺട്രോൾ ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. സോ നമ്മൾ ഓഡിറ്റിംഗ് റിലേറ്റ് ചെയ്തിട്ടുള്ള 5 ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പം ഇനി 5 ചോദ്യങ്ങൾ കൂടി മാത്രമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് വീഡിയോയിൽ അത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ എന്ത് സംശയങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാതെയുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. സോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.